2014 ഏപ്രിൽ മാസം 1-ാം തീയതി ഡച്ച് ടൂറിസ്റ്റുകളും വിദ്യാർത്ഥിനികളുമായ ക്രിസും ലിസൈനും പനാമയിലെ എൽ പിയാനിസ്റ്റ എന്ന കാട്ടുപാത നടന്ന് ഹൈക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അതിനായി അതിരാവിലെ തന്നെ അവർ എത്തിച്ചേർന്നു. അവിടുത്തെ ഒരു ചെറിയ റെസ്റ്റോറന്റിലെ വളർത്തുനായയും അവരോടൊപ്പം കാട്ടിലേക്ക് നടക്കാൻ കൂടി. അവിടെ കാട് കാണാൻ വരുന്ന യാത്രക്കാർക്കൊപ്പം കാട്ടിൽ പോയി വരുന്ന ശീലമുണ്ട് ആ നായയ്ക്ക്. എന്നാൽ രാത്രിയായപ്പോൾ ആ നായ മാത്രം മടങ്ങി വന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ക്രിസും ലിസൈനും വന്നില്ല. റെസ്റ്റോറന്റ് ഉടമകൾ കുറെ വൈകും വരെ നോക്കിയെങ്കിലും കാട്ടിൽ നിന്നും ആരും തന്നെ മടങ്ങി വന്നില്ല. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു ലോഡ്ജ് ഉടമ 2 പെൺകുട്ടികളെ തിരക്കി ഈ റെസ്റ്റോറന്റിലേക്ക് വന്നു. അപ്പോഴാണ് അവർക്കന്ന് കാട്ടിലേക്ക് പോയ പെൺകുട്ടികൾ ഇത്ര ദിവസമായിട്ടും മടങ്ങിയെത്തിയിട്ടില്ല എന്ന് മനസ്സിലായത്. പോലീസും നാട്ടുകാരും അന്വേഷണം ആരംഭിച്ചു. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. ആരെയും കണ്ടില്ല. കൃത്യം 10 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ കാട്ടിനുള്ളിലെ അരുവിയുടെ കരയിൽ നിന്ന് ഒരു ബാഗ് കണ്ടെത്തി. അതിൽ ആ 2 പെൺകുട്ടികളുടെയും പാസ്പോർട്ടുകൾ, മൊബൈൽ ഫോണുകൾ, പൈസ, ക്യാമറ, വെള്ളം, ഭക്ഷണം മുതലായവ കണ്ടെത്തി. മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ യാത്ര പുറപ്പെട്ടതിന്റെ 2-ാം ദിവസം മുതൽ പലവട്ടം അവിടുത്തെ പോലീസ് കൺട്രോൾ റൂം നമ്പറിലേക്ക് കോളുകൾ ചെയ്തതായി കണ്ടു. റേഞ്ച് ഇല്ലാത്തതിനാൽ ഒരു കോളുകൾ പോലും കണക്ട് ആയിരുന്നില്ല. ബാഗിലെ ക്യാമറ പരിശോധിച്ചപ്പോൾ യാത്ര തുടങ്ങിയത് മുതലുള്ള സാധാരണ ഫോട്ടോകൾക്ക് പുറമെ വിചിത്രമായി തോന്നിയത് കാണാതായതിന്റെ 7-ാം ദിവസം മുതൽ രാത്രി സമയത്തെ കാടിന്റെ 80ഓളം ഫോട്ടോകളും ക്രിസിന്റെ തലയുടെ പിൻഭാഗത്തിന്റെ ഒരു ഫോട്ടോയും മാത്രമാണ്. ഇതിന്റെ ഇടയിലുള്ള 2-3 ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷം കാടിന്റെ പലയിടത്തു നിന്നായി 2 തലയോട്ടികളും കുറച്ച് പൊടിഞ്ഞ എല്ലുകളും ഒരു ബൂട്ടും കണ്ടെത്തി. ബൂട്ടിൽ ഒരു പെൺകുട്ടിയുടെ കാൽപാദവും ഉണ്ടായിരുന്നു. വളരെ വൃത്തിയായി മുറിച്ചെടുത്ത പോലെയായിരുന്നു ആ കാൽപാദം കാണപ്പെട്ടത്. തലയോട്ടികളിൽ ഒന്ന് ബ്ലീച്ച് ചെയ്ത പോലെ വെളുത്തും മറ്റേത് സാധാരണ പോലെയും. കാട്ടിലകപ്പെട്ട് ഇത്രയും ദിവസം ബാഗിലെ വെള്ളവും ഭക്ഷണവും പോലും ഉപേക്ഷിച്ച് അവർ എങ്ങനെ കഴിഞ്ഞുകൂടി? വന്യമൃഗങ്ങൾക്ക് ഇത്ര വൃത്തിയായി ഒരിക്കലും ഒരാളെ കൊല്ലാൻ സാധിക്കില്ല, അല്ലേ? ആ 2 പെൺകുട്ടികൾക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുമായി ക്രിസും ലിസൈനും ഇന്നും അവശേഷിക്കുന്നു.